ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് മുംബൈയിലെത്തിട്ടോ. സത്യം പറഞ്ഞാൽ എത്തിയിട്ട് 2 ദിവസമായി, പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. ആണ് സജോ ബൈ. അത് ഞാൻ ഷോർട്സിന് കണക്കായിട്ടായിരുന്നു ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വന്ന ദിവസത്തെയാണ്. ട്രെയിൻ ഉറങ്ങി എണീറ്റ കോലമാണ്. ഇതായിരുന്നു അവിടുത്തെ ബസ് സ്റ്റേഷനിൽ ഇവർ പോയിട്ട് റൂം അന്വേഷിക്കുന്ന സമയത്തെടുത്ത ക്ലിപ്സാട്ടോ ഇത്. ശരിക്കും എന്ത് രസമാണെന്ന് അറിയാം അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. റെയിൽവേ സ്റ്റേഷനൊക്കെ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു പള്ളിയാണെന്ന് അറിയാം. അതും റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ്. ഭയങ്കര രസമായിരുന്നു. ഇത് തിരക്കാ, പക്ഷേ ഭയങ്കര എന്തൊക്കെയോ ഒരു ഭംഗി തോന്നുന്നു നമുക്ക്. വേറെ എവിടേക്കോ എത്തിയ പോലെ. ഞങ്ങൾ റൂമിലെത്തിയിട്ട് റൂമൊക്കെ കണ്ടുപിടിച്ചിട്ട് ചായ കുടിക്കാനുള്ള ഡിസ്കഷനാണ് കേട്ടോ ഇത്. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പള്ളിയായിട്ട് തോന്നിയ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്തൊരു തിരക്കായിരുന്നു എന്നറിയോ. ഞാൻ കുറേ തള്ളിയാണ് അങ്ങോട്ടൊക്കെ പോയത്. കാരണം ഈവനിങ് ടൈം ആയതുകൊണ്ട് രാവിലെയൊക്കെ ഇങ്ങനെ വെറുതെ കുറേ നേരം നോക്കിയിട്ട് നല്ല രസമായിരുന്നു. ഫോട്ടോ എടുക്കാം ഗൈസ്. എന്തൊക്കെയോ കാര്യത്തിലുള്ള ഗൈസ്. ആൾക്കാരായിരിക്കും എനിക്ക് വട്ടാണെന്ന്. കുറച്ച് ഞാൻ അതിലേക്കൂടെയൊക്കെ തിരിഞ്ഞു. പിന്നെ നിന്നാൽ ശരിയാവത്തില്ല. ആൾക്കാരൊക്കെ വണ്ടിക്കാരൊക്കെ എന്നെ നോക്കുന്നു. ഞാൻ തിരിച്ചു വന്നു. ഇതാണ് കേട്ടോ ദലാൽ സ്ട്രീറ്റ്. ഇതിനടുത്തായിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ വന്നത്. സംഭവം ബ്രേക്ക്ഫാസ്റ്റ് തപ്പിത്തിൻ്റെ ഇവിടെ എത്തിയതാണ് സത്യം. നല്ല ചായയും കിട്ടുമോ എന്തോ. നമ്മൾ ശരിക്കും ഒരു ചായ കുടിക്കാൻ വന്നതാണ് സത്യത്തിൽ. പക്ഷേ ഞങ്ങൾക്ക് ചായ തരാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി. പുള്ളി ഇതുവരെ തന്നില്ല. അപ്പോഴായിട്ട് ഞാനിത് ഉണ്ട്. ഇത് കണ്ടോ, ഫുൾ ടീക്ക് 10, ഹാഫ് ടീക്ക് 20. സോറി, തിരിഞ്ഞു പോയി. എന്നായാലും ഹാഫ് ടീ കണ്ടപ്പോൾ കുഞ്ഞു ഗ്ലാസ്സിലാണ് കിട്ടുന്നത്. അയ്യോ, അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ യൂഷ്വലി കാണുന്ന സാധനങ്ങൾ തന്നെയാണ്, പക്ഷെ ചിലതൊന്നും നമുക്കറിയത്തില്ല. ഈ രീതിയിലൊന്നും നമ്മുടെ ഇവിടെ ഹാഫ് കപ്പ് കേക്കൊന്നും കിട്ടത്തില്ല. പിന്നെ ഇതുണ്ട്, ഇതൊക്കെ ഒരു കുക്കീസ് കാണാൻ നല്ലൊരു എന്താ പറയുക രസം. ബൈ ഇതോ നോർമൽ ടീ. കുറേ നേരം കൊണ്ട് ഇതറാവോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 8:15 പോകണം. സമയം 8:05. എൻ്റെ 5 മിനിറ്റ് ഫാസ്റ്റാണ് കേട്ടോ വാച്ച്. രാവിലെ നല്ല പീസ്ഫുൾ ആണ് കേട്ടോ മുംബൈ. ഞാൻ വിചാരിച്ച മുംബൈ ഭയങ്കര ട്രാഫിക്, ലോക്ക്, വെയിൽ, പൊടി അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ സങ്കല്പം. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഭയങ്കര കാമായിട്ട് നോക്കി. ഇവിടുത്തെ ഈ ഒരു ചെടി വെച്ചിരിക്കുന്ന ഡ്രസ്സില്ല. ഞാൻ ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം കേട്ടോ. കുറേ തിരക്കുണ്ട്. കണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ഈ കുക്കീസ് വാങ്ങി ഗൈസ്. ഓക്കെ, ഓ നമുക്ക് എടുക്കാം കേട്ടോ. അത് ഞാൻ അറിഞ്ഞില്ല. നൈസല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഏത്തപ്പഴം തിന്നിട്ടു. കാണുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഏത്തപ്പഴം നിന്നിട്ട് എൻ്റെ തൊണ്ട പൊള്ളി. സോ എനിക്ക് 3-4 ദിവസത്തേക്ക് ഡോക്ടർ കണ്ടിരുന്നു ചൂടൊന്നും കുടിക്കരുതെന്നാണ്. പക്ഷെ ഗതിയില്ല. ചായ കുടിച്ച് ശീലിച്ചാൽ ചായ വേണ്ടേ. ഞാൻ ചായ വാങ്ങി. അറിയില്ല, ഇതിനെ ആറണം. കേൾക്കുന്നുണ്ടോയെന്നൊരു അറിയില്ല. അത് ഇച്ചിരി ഇൻവെർട്ടർ ആക്കണം. ശരിയേ ഉള്ളൂ. അടക്കി വരും. എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഞങ്ങളുടെ ഫ്ലെക്സൊക്കെ പിടിച്ച് അങ്ങനെ ഒരാൾ ഫയറിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫയൽ പിടിക്കുന്നതുകൊണ്ട് ചമ്മല ഗൈസ്. ചായ പിടിച്ചിട്ട് എന്നെ കാണുന്നില്ല. ചായ പിടിച്ചിട്ട് കാണാം കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ഈ ദാലും ചപ്പാത്തിയും ന്യൂഅപ്പോളം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. അവിടെ നമ്മളെല്ലാ ഫുഡ് കഴിച്ചത്. കാരണം ഗൈസ് ഞങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതായത് ഞങ്ങൾ ചപ്പാത്തി കഴിക്കാൻ പോവാം. അതിൻ്റെ 2ാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ ഇവിടെ വന്ന് ചപ്പാത്തി കഴിക്കുന്നത്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ചപ്പാത്തിയും ദാലും നല്ല ടേസ്റ്റ് ചെയ്യാം. ചായ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ചു കേട്ടോ. കുറച്ച് ഡ്രസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ മുംബൈയിൽ ഏതാണ്ട് ഇവിടുത്തെ തൊട്ടടുത്താണ് ഞങ്ങളുടെ ഇത് വരുന്നത്. അപ്പം നാളെ വന്നു ഞങ്ങൾ. മിനിറ്റ് മുമ്പ് BP കുറഞ്ഞ് കിടന്നുറങ്ങിയ മനുഷ്യൻ അതൊക്കെ ഇറങ്ങിയാണ് എനിക്ക് തണ്ടി അടക്കാൻ പോകണം. മൈ ഗോഡ്, എനിക്ക് എന്തൊക്കെ എവിടെയൊക്കെ വാങ്ങിക്കണം എന്ന് എനിക്കറിയില്ല.
പൈസയില്ല, ബാർഗെയിൻ ചെയ്യണം കേട്ടോ. ഇവിടെ 750 പറഞ്ഞ ഡ്രസ്സൊക്കെ നമ്മൾ ലാസ്റ്റ് 350 400 വാങ്ങിക്കുന്നത്. ഇനി ബാഗിൻ്റെ സെക്ഷനിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അയ്യോ, എനിക്കറിയാൻ പാടില്ല. എന്നെ പോലുള്ളവരൊന്നും ഇവിടെ വരരുത്, പ്രശ്നം. പക്ഷെ ചിലതൊക്കെ തനി കൂതറ കേട്ടോ. പക്ഷെ നമുക്ക് ഡ്രസ്സൊക്കെ ഒരുപാട് ബ്രാൻഡൊന്നും ഇപ്പോൾ യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ വേണം ആവശ്യത്തിന്, പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ നമുക്കിങ്ങനെ കാഷ്വൽ വെയേഴ്സിനൊക്കെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു 2-3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ വീണ്ടും ഞങ്ങൾ ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യില്ല. സോ നല്ലതാണെങ്കിൽ ഇൻസ്റ്റഗ്രാമബിൾ പോസ്റ്റൊക്കെ എടുക്കണമെങ്കിൽ, ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ വേറെ ഡ്രസ്സ് ചൂസ് ചെയ്യത്തുള്ളൂ മാക്സിമം. സോ അങ്ങനെയുള്ളവർക്കും ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇതാണ്. ഇതൊക്കെ ബോംബേഡിൻ്റെ കോപ്പി, എന്താ ബോംഗിയേഴ്സ് കൊള്ളാം. എനിക്ക് വലിയ എവിടെ തുടങ്ങണം എന്നറിയില്ല. സോ ഞങ്ങൾ ഇതെടുക്കാൻ പോവല്ല, അവൻ്റെ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എവിടെ മിറവുണ്ടായും പിന്നെ. അപ്പം ഞങ്ങളുടെ കൂടത്തിൽ നിന്ന് സജു പോവുകയാണ്. മതി കേട്ടല്ലോ പാട്ടുകാരൻ്റെ പാട്ട്. അപ്പൊ ഓക്കെ ബൈ, നമുക്കിവനെ കൊണ്ടുപോയിട്ടിട്ട് കാണാവേ. ഇങ്ങനെയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ഫസ്റ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ലൈൻ നിന്നിട്ട് ഫസ്റ്റ് ടിക്കറ്റിൽ ആദ്യം വരുന്ന ആൾക്കാർക്ക് അനുസരിച്ചാണ് നമ്മൾ ബസ്സിലൊക്കെ കയറുക. ആ സിസ്റ്റർ ശരിക്കും കൊള്ളാം, വലിയ അടിയൊന്നും ഉണ്ടല്ലോ. ബസ്സിൽ കയറിയ പിന്നെ എന്താ പറയുക, നമ്മൾ ഫ്രീ ആണല്ലോ, ടിക്കറ്റ് തരാൻ വെയിറ്റ് ചെയ്യാൻ ബാലൻസ് ആ പ്രശ്നമൊന്നുമില്ല. ഈ വണ്ടി നോക്കിക്കേ, ഇത് സെലക്ഷനൊക്കെ നല്ല പൈസ കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിനൊന്നും കയറിയില്ല. നമ്മുടെ സജോബായി പോയി കേട്ടോ. കണ്ടോ ഗൈസ്, തല മസാജ് ചെയ്യുന്ന സാധനം ഞങ്ങൾ വാങ്ങിച്ചു. 500 പറഞ്ഞു, 100 രൂപ കൊടുത്തു. അങ്ങനെയുണ്ട്. ഞങ്ങൾ രാത്രിയായി എവിടേക്ക് എത്തി. സജോനെ ഞങ്ങൾ വണ്ടി കയറ്റി വിട്ടു. സജോനെ വണ്ടി കയറ്റി വിട്ടിട്ട് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിൽ. അവൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞു വരുന്നില്ലെന്ന്. അപ്പം ഞാൻ ശരിക്കും ടയേർഡായി. എനിക്ക് ഇവിടെ നോക്കുക. അങ്ങനെ ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലോട്ട് ഇതാണ്ട് ടാക്സി വിളിച്ച് പോവാണേ. ഇവിടെ 30 രൂപയുള്ളൂ കേട്ടോ അവിടേക്ക്. അല്ലാണ്ട് ഞങ്ങൾ വേറൊരു ബസ്സിൽ ചോദിച്ചപ്പോഴത്തേക്കും 150 റുപ്പീസാണ് അവർ പറഞ്ഞത്. സോ ഇതാണ് മുംബൈ താജ് ഹോട്ടൽ. ഇതാണ് കേട്ടോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ഷോർട്ട് ടൈം ഒക്കെ കഴിഞ്ഞു. ഇവിടെ ക്യാമറമാൻസ് ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് തരും കേട്ടോ. 50 രൂപയായി ഫോട്ടോ. അത് ഭയങ്കര പ്രശ്നം. അവനാണ് ബ്ലൂ കളറായി. അപ്പം ശരി, ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. എന്തൊരു വൈബല്ലേ. കുട്ടനിവിടെ പാടുന്ന സൗണ്ടൊക്കെ വെച്ച് ഗൈസ്. നമ്മള് മറൈൻ ഡ്രൈവിലോട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ മറൈൻ ഡ്രൈവ് എത്തി. എൻ്റെ ഫോൺ ഓഫായി. പിന്നെ നമ്മുടെ കുട്ടൻ്റെ ഫോണിൽ അന്ന് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പുള്ളിനെ കാണുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ നോക്കിക്കേ, ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടാണ് അവർ കഷ്ടപ്പെടുന്നത്. കുട്ടനാവുന്നതും ഞാനും കുറേ നോക്കി. അവൻ എന്തൊക്കെയൊക്കെയോ കാണിച്ചു, പക്ഷെ പുള്ളി ചിരിച്ചില്ല കേട്ടോ. ഞാൻ ഇവിടെ എന്താ അനങ്ങാത്തെ? ബായ് അമ്മേ, പ്രതിമ ഹേ, സൂപ്പർ ഹേ. അങ്ങനെ ആ പുള്ളിനെ നമ്മൾ കുറെ അഭ്യാസമൊക്കെ കാണിച്ച് അവസാനം പുള്ളിക്ക് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളിപ്പോ അപ്പൊ എന്റെ കുട്ടൻ പോയി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. എടാ കളിയാക്കുകയാണ് അവൻ. നമുക്ക് തിന്നാം, ഇവന് കൊടുക്കാം. കഴിഞ്ഞെങ്കിൽ ഒന്ന് എടുക്കായിരുന്നു, കഴിക്കായിരുന്നു. എടുക്കങ്ങോട്ട് വേണ്ട, നീ എന്താ കഴിച്ചോ, ഞാനും ഉറങ്ങിക്കൊള്ളാന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പം വന്നിട്ട് എല്ലാം ഇപ്പൊ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങള് പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം തിരിച്ചു വന്നു കേട്ടോ. ഇതാണ് CSMTന്റെ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം നല്ല റെയിൽവേ സ്റ്റേഷൻ. എനിക്കൊന്ന് 17-18 പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.